പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ ഐഎസ്എൽ മത്സരത്തിൽ ഒഡീഷ എഫ്സിയും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. ഇന്ന് വിജയിച്ചാൽ മാത്രമായിരുന്നു ഒഡീഷയ്ക്ക് പ്ലേ ഓഫിലേക്ക് ഒരു ചെറിയ സാധ്യതയെങ്കിലും തുറന്നു കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ഒഡീഷ സ്വന്തമാക്കിയിരിക്കുന്നത്. ജംഷഡ്പൂരിനെ 2-3 ഗോളുകൾക്കാണ് ഇപ്പോൾ ഒഡീഷ തകർത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ 14Kയിലേക്ക് എത്താൻ ഇനി വെറും 19 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ ഒഡീഷ ഇപ്പോൾ ഒരു തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2-3 ഗോളുകൾക്കാണ് ജംഷഡ്പൂരിനെ ഇപ്പോൾ ഒഡീഷ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒഡീഷയുടെ സൂപ്പർ താരമായ ഹ്യൂഗോ ബോമസ് ഇന്നത്തെ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയത് ഒഡീഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ജയിച്ച് കയറാൻ ഒരു ഘടകമായി എന്ന് തന്നെ നിലവിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം ഒഡീഷ നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വിജയത്തോടു കൂടി 24 മത്സരങ്ങളിൽ നിന്നും 33 പോയിന്റോട് കൂടി അവരിപ്പോൾ 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മുംബൈ ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒഡീഷയ്ക്ക് ഇനി പ്ലേ ഓഫിലേക്ക് കയറണമെങ്കിൽ മുംബൈയുടെ അടുത്ത 2 മത്സരങ്ങളെ അനുസരിച്ചായിരിക്കും ഇനി ഒഡീഷയുടെ പ്ലേ ഓഫിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത്. എന്തായാലും മുംബൈയുടെ അടുത്ത 2 എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു എഫ്സിയുമാണ്. ഈ 2 മത്സരത്തിലും അവർ പരാജയപ്പെടുകയാണെങ്കിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ഒഡീഷയ്ക്ക് പ്ലേ ഓഫ് കളിക്കാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ബംഗളൂരുവിനെതിരെയോ ഒരു പോയിന്റെങ്കിലും മുംബൈക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അവർ 6ാം സ്ഥാനത്തേക്ക് എത്തും. കാരണം ഇപ്പോൾ മുംബൈക്കും അതുപോലെ തന്നെ ഒഡീഷയ്ക്കും 23 പോയിന്റ് ഉണ്ട്. മുംബൈക്ക് ഇനി 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. എന്നാൽ ഒഡീഷയുടെ മത്സരങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും ഇനി മുംബൈ നേടാതിരുന്നാൽ മാത്രമേ ഒഡീഷയ്ക്ക് സാധ്യതകൾ നിലവിൽ കാണുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ ഒഡീഷ ആരാധകർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക ബ്ലാസ്റ്റേഴ്സിനോടും അതുപോലെ തന്നെ ബംഗളൂരുവിനോടും ഇപ്പോൾ മുംബൈ പരാജയപ്പെടണേ എന്ന് തന്നെയായിരിക്കും. എന്തായാലും എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് നിലവിലുള്ളത്. മോഹൻ ബഗാന് ഇപ്പോൾ 53 പോയിന്റാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ഗോവ, 3ാമത് ബംഗളൂരു, 4ാമത് ജംഷഡ്പൂർ, അതുപോലെ തന്നെ 5ാമത് നോർത്ത് ഈസ്റ്റ്, 6ാമത് ഒഡീഷ, 7ാമത് മുംബൈ, 8ാമത് ഈസ്റ്റ് ബംഗാൾ, 9ാമതാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 22 മത്സരങ്ങളിൽ നിന്നും 25 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുപോലെ തന്നെ 10ാമത് റൗണ്ട് ക്ലാസ് പഞ്ചാബ് ഉണ്ട്. അതുപോലെ തന്നെ 11ാമത് ചെന്നൈയിൻ എഫ്സിയും അതുപോലെ തന്നെ 12ാമത് ഹൈദരാബാദും 13ാമത് മുഹമ്മദൻ സ്പോർട്ടിങ്ങുമാണ് നിലവിലുള്ളത്. ഇതിൽ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബും ചെന്നൈയും അതുപോലെ തന്നെ ഹൈദരാബാദ് മുഹമ്മദൻ സ്പോർട്ടിങ്ങും ഇപ്പോൾ ISL പ്ലേ ഓഫ് കാണാതെ നിലവിൽ പുറത്തായ ടീമുകളാണ്. എന്തായാലും മോഹൻ ബഗാൻ അതുപോലെ തന്നെ ബംഗളൂരു, ജംഷഡ്പൂർ, ഗോവ അടക്കമുള്ള ടീമുകൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. കൂടാതെ നോർത്ത് ഈസ്റ്റും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഇനി 6ാം സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിനുവേണ്ടി മുംബൈയും ഒഡീഷയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ നിലവിൽ തുടരുകയാണ്.